തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളുടെ ജനകീയ നായകൻ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. സ്വാഗതം ചെയ്യാം ഗണേഷ് കുമാർ സാർ. നമസ്കാരം സാറേ. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും രോമാഞ്ചം കൊള്ളുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഒറ്റ പേര് ജനങ്ങൾ പറയുന്നത് ഗണേഷ് കുമാർ സാറാണ്. ഞാൻ ആദ്യം ഇൻ്റർവ്യൂ സൂചിപ്പിച്ച പോലെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു? അത് കുട്ടിക്കാലത്ത് ഇങ്ങനെ കൊച്ചിലെ തന്നെ അങ്ങനെ കള്ളം പറയത്തില്ല, ഉള്ളത് പറയും, ചിലപ്പോൾ അടി കിട്ടും പറയുമ്പോൾ, അങ്ങനെ ശീലിച്ചു പോയതാണ്. സത്യം പറയുന്നവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും, സത്യം പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ശത്രുക്കൾ. സത്യമാണെന്ന് പറഞ്ഞ് കള്ളം പറയുന്നവർക്ക് നല്ല സ്വീകരണമായിരിക്കും. സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ കള്ളം പറയുന്നവർക്ക് സ്വീകരണം. സാധാരണ സത്യം ചെയ്യുന്നവർക്ക് ഉണ്ടാവാറില്ല. സത്യം വിട്ട് ഒരു പരിപാടിയും ചെയ്യില്ല. അതുകൊണ്ടാണ് തുറന്നു പറയാൻ പറ്റുന്നത്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും തുറന്ന് പറയുമ്പം അത് സാറിനെ ബാധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ? ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എല്ലാവരെയും സൂചിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയാനുള്ള പറയും, സത്യമായിരിക്കും പറയുന്നത്. അത് കാലം തെളിയിച്ചിട്ടുമുണ്ട്, തെളിയിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയില്ല. എനിക്കറിയാത്തൊരു വിഷയത്തെ പറ്റി ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാന്ന് തന്നെ പറയാമല്ലോ. എനിക്കറിയത്തില്ല. അറിയാം, എന്നെ കണ്ണി കണ്ട കാര്യം ഞാൻ അതുപോലെ പറയും. അതാണ് ജനങ്ങൾ ജനകീയ നേതാവെന്ന് തന്നെ വിളിക്കുന്നത്. നമ്മളിനി ആത്മയിലോട്ട് വരുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ളൊരു ബന്ധം അല്ലെ ആ ഒരു കൂടിച്ചേരൽ എങ്ങനെയായിരുന്നു? ഇത് സ്ഥാപിച്ച ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ തന്നെ സ്ഥാപിച്ചു. ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അത് ടെലിവിഷൻ രംഗത്തുള്ള ഒരുപാട് പേർക്ക് താങ്ങും തണലും ആവാൻ കഴിഞ്ഞു. ഗുണം ചെയ്യുന്നു. ടെലിവിഷൻ രംഗത്ത് ആദ്യമായ ഒരു സംഘടന രൂപീകരിക്കുന്നത്, പണ്ട് സംഘടനകളുണ്ടായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു പോയെങ്കിലും ആത്മയാണോ ആദ്യം ഉണ്ടാകുന്ന ഒരു വളരെ സോളിഡായിട്ടുള്ള സംഘടനയാണ്. അതിനുശേഷം ഫെറ്റേണിറ്റി ഉണ്ടായി, അങ്ങനെ പല സംഘടനകളും ഉണ്ടായി. അതിനുശേഷം ഇതിനെ തുടർന്ന് ഞങ്ങൾ തന്നെയാണ് ഫെറ്റേണിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ചേർത്ത്. അതിൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാനത് ഒഴിയുകയായിരുന്നു. നമ്മുടെ അമൃത കുറച്ചു മുമ്പ് അമൃതയുടെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു. അതായത് സാറ് വരുന്ന വേദിയിൽ അമൃത വരണ്ട എന്നൊരു പ്രസ്താവന ഉന്നയിച്ചായിരുന്നു. അവിടെ പക്ഷേ അമൃതയ്ക്ക് ഏറ്റവും കണ്ണു നിറഞ്ഞൊരു കാര്യമുണ്ട്. സാർ അമൃതയെ കണ്ടിട്ട് പറഞ്ഞത് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു നേതാവും പറയത്തില്ല സാറേ. അല്ല, ആ കുട്ടി അവിടെ വരുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കിട്ടിയ നോട്ടീസിലെ കുട്ടി, പക്ഷേ നേരത്തെ ഇറങ്ങിയ നോട്ടീസിലെ കുട്ടിയുടെ പടമുണ്ട്. ആ കുഞ്ഞ് അവിടുത്തെ കാര്യമാണ്. അപ്പോൾ അവർ ആ സ്കൂളിൻ്റെ അവിടെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവർ തമ്മിലുള്ള എന്തോ ഒരു സ്പർദ്ധ ഉണ്ടായിരിക്കും. അത് എന്താ പറയുക, ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കുകയാണ്. അവളെ ഒഴിവാക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യതയെന്ന് പറയാൻ നമുക്കാരോട് ഇരിക്കാൻ യോഗ്യതയുണ്ട്? ഒരു മനുഷ്യൻ എങ്ങനെ സിമ്പിളാകാൻ പറ്റുന്നു? സത്യസന്ധമായിട്ടും ജീവിക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പെരുമാറാതിരിക്കുക. പിന്നെ നമ്മളെ ഈഗോ ഉണ്ടാവാതിരുന്നാൽ മതി. നമ്മളൊരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എന്നെപ്പറ്റി എന്ത് പറയുന്നതിന് വിഷമമൊന്നുമില്ല, എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല, അതെൻ്റെ കാര്യമല്ലോ. എൻ്റെ ജോലിയായിട്ട് മുമ്പോട്ട് പോകും. അതിനകത്ത് സത്യസന്ധത പുലർത്തും. പക്ഷേ ഈ ആളുകൾ എന്ത് പറഞ്ഞു എന്നാലും ഒരു സമാധാനം കാണില്ല. അതെ, എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ, ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. ഔദ്യോഗികമായി വാട്സാപ്പ് ഉണ്ട് ഓഫീസിൽ. അല്ല, എനിക്ക് സ്വന്തം സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല, ഒന്നുമല്ല. ഞാൻ ഇന്ന് വരെ എനിക്ക് ആകെയുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഒരു വാട്സാപ്പ് ഓഫീസ് ഫോണിലുണ്ട്. അതിപ്പോൾ മന്ത്രിയായപ്പോൾ വന്നതാണ്. ഒരുപാട് ജനങ്ങൾ ഓരോ കാര്യം നിറവേറ്റാനായിട്ട് സാറിനെ ബന്ധപ്പെടുന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞൊരു ഉത്തരവെന്ന് പറയുന്നത്, ഫോൺ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയല്ല, എല്ലാവർക്കും ഒരേപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ഫോണിലുള്ള വരുന്ന നമ്പറുകൾ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. അറിയാവുന്ന ആൾക്കാരെല്ലാം മെസ്സേജ് വന്നാൽ ഞാൻ പേര് എവിടെ സേവ് ചെയ്ത് വയ്ക്കും. ഒരു 10,000-ലധികം നമ്പർ എൻ്റെ ഫോണിൽ കാണും. അതിൽ മരിച്ചവരുടെ നമ്പറും ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ബന്ധുക്കൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം തിരിച്ചറിഞ്ഞില്ല ഞാൻ എടുക്കാനത്. എനിക്കൊരു ദിവസം ഒരു ഫോണിലേക്ക് ബെല്ലടിക്കുന്ന 1000-1500 ഫോൺ ബെല്ലടിക്കും. പക്ഷെ അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞാൽ ചില ആൾക്കാർ മദ്യവെച്ച് പോലീസ് പിടിച്ചിട്ടൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയും, സാറേ എന്നെന്ന് വിടാൻ പറ സാറേ. പറ്റുന്ന നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം വാങ്ങാൻ തയ്യാറാവില്ല. സത്യമല്ലേ? മന്ത്രിയാണെന്ന് പറഞ്ഞു കൊടുത്താൽ MLA ആണെന്ന് പറഞ്ഞു കൊടുത്താൽ വാങ്ങേണ്ട കാര്യം എന്ത്? അപ്പോൾ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് എടുക്കായിരുന്ന കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ജനങ്ങൾക്ക് ഗണേഷ് കുമാർ സാറിനെ പോലൊരു വ്യക്തി മുഖ്യമന്ത്രിയാകണം, അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്, ആഗ്രഹമാണ്. അതൊക്കെ ദൈവം തീരുമാനിക്കത്തില്ല. ഞാൻ കൊച്ചു പാർട്ടിയുടെ, ഒരു ചെറിയ പാർട്ടിയുടെ നേതാവ്. അത് വളരെ അതിനുള്ള സാധ്യതകളൊക്കെ വിരളമാണ്. പിന്നെ ഞാനതൊന്നും ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇതൊന്നും തന്നെ ഞാൻ ആഗ്രഹിച്ചല്ല. MLA ആവാൻ ഞാൻ ആഗ്രഹിച്ചല്ല, മന്ത്രിയാവാൻ ആഗ്രഹിച്ചല്ല. സിനിമാ നടനായിരുന്ന ഞാൻ ഒരു പ്രത്യേക അവസരത്തിൽ ഇലക്ഷൻ മത്സരിച്ചു. ഞാൻ അന്ന് മത്സരിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ഒരു സ്വാധീനം, വലിയ സ്വാധീനം, സ്ഥിരമായി തോറ്റുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ ജയിച്ചു. അന്ന് സാറ് ചിന്തിച്ചിരുന്നു ഒരു നേതാവായിട്ട് മാറുമെന്ന്? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു മനസ്സിലങ്ങനെ ആഗ്രഹവും ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു സിനിമാ നടനായിട്ട് ജീവിക്കണം, നല്ല കുറച്ച് റോളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. ഒരു മറ്റ് ബിസിനസ് ചെയ്യുക, അങ്ങനെ പണം ഉണ്ടാക്കുക എന്നും എൻ്റെ സബ്ജക്റ്റല്ല. അന്നുമല്ല, ഇന്നുമല്ല. സാറേ, ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂള്, അതിനെതിരെ സാറ് നേരിടുകയും ചെയ്തു. ഇനി അങ്ങനെ സ്വിമ്മിംഗ് പൂള് പണിയുന്ന ഓരോ യുവാക്കളോട് സാറിന് പറയാനുള്ള മറുപടി എന്താണ്? എനിക്കൊന്നും പറയാനില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ആ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട്
ഏതാനും ദിവസങ്ങളിൽ നടപടി വരും. നിങ്ങൾ അപ്പോൾ കണ്ടോളൂ. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇനി ഒരാൾ അങ്ങനെ ചെയ്യില്ല. മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടാവും. തൊട്ട് തലോടി വിടുന്നതല്ല, ഉപദേശിച്ച് വിടുന്നതല്ല. മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി, നിയമത്തിനനുസരിക്കുന്ന ഒരു ശിക്ഷാ നടപടി ഉണ്ടാവും. അതിനി ആരും ആവർത്തിക്കില്ല. ധൈര്യമായിട്ട് പറയാം. ഈ നടപടി വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ നടപടി നിയമം ലംഘിച്ച് യൂട്യൂബിലിടുന്ന പരിപാടി ഉണ്ടല്ലോ, മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയാണ്. ഇത് കണ്ടെന്ന് കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, കുട്ടികളെ ലൈസൻസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഇതാണ് ഇതിനെ കടത്തി വെട്ടി എനിക്കും ഒരു റീച്ച് ഉണ്ടാക്കണം ചിന്തിച്ചാൽ അപകടമായിപ്പോകും. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ചുകൊണ്ട് ഇതുപോലെ വീഡിയോ ഇടുന്നവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ ഇക്കാര്യത്തിലുണ്ടാവും. ഞാൻ പറയുന്നില്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നടപടിയെടുക്കണം എന്ന് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് ധിക്കരിക്കാൻ നമുക്ക് അധികാരമില്ല. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, കാത്തിരിക്കുക. എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഓ പിന്നെ താങ്ക് യു. താങ്ക് യു.